ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സർവൈവൽ സീരീസിലെ ഫസ്റ്റ് ഡയമണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ അത് കുഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 5 ഡയമണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ മൈൻ ചെയ്യുന്നില്ല. സംഭവം എൻ്റെ കയ്യിൽ അയൺ പിക്കാക്സ് ഇല്ല, ഉണ്ടാക്കാനുള്ള അയണും ഇല്ല. ഇന്ന് നമ്മൾ അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയമണ്ട് കാണിച്ചിട്ട് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇവിടെ മാത്രമല്ല, ഞാൻ പിന്നെ അങ്ങോട്ട് കുഴിച്ചു പോയി അയൺ മൈനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിലെ കുഴിച്ച് പോയിട്ട് അയൺ കിട്ടത്തില്ല, ഒരു കാര്യമില്ല, ചുമ്മാ കുഴിച്ച് പോകുന്ന അയണിന് വേണ്ടി. കുറേ റെഡ് സ്റ്റോണും കോപ്പറും അല്ലാതെ അയണൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ വേറെ കേവിൽ പോയാണ് അയണെല്ലാം ഒപ്പിച്ചത്. ഇവിടെയായിട്ട് 5 ഡയമണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ 10 ഡയമണ്ടാണുള്ളത്. ഈ ഡയമണ്ട് നമ്മൾ ആർമറും ടൂൾസും ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നില്ല, ടെംപ്ലേറ്റ് ഉണ്ടാക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആർമറും ടൂൾസും നമ്മൾ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും അധികം താമസിക്കാൻ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം. വീട്ടിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇന്ന് നമുക്ക് മൈൻ കാർട്ടും കൂടെ എടുത്തിട്ട് പോകാം. മൈൻ കാർട്ട് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഫുഡില്ല, ഇതിനകത്ത് വല്ല ഫുഡ് ഇരിപ്പുണ്ടോ? ഫുഡില്ല. അപ്പോൾ കുറച്ച് ഹേബിൾ തന്നെ എടുക്കാം. ഒരു 3 ഹേബിൾ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട് ഇട്ട് 9 ബ്രെഡ് മതിയാവും. ഇന്ന് അയൺ ഫാം ഉണ്ടാക്കാൻ മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാം. നമ്മൾ ഈ സെറ്റപ്പ് ഇങ്ങനെ ആക്കി ഒരു സ്മെൽറ്റിംഗ് ഏരിയ പോലെ ഇനി ഫർണസ് ഇവിടെ വെക്കും. ഇത് നമ്മളൊരു മെയിൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊരു യൂട്ടിലിറ്റി സെറ്റപ്പാണ്. സ്റ്റോൺ കട്ടറുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്മെറ്റ് ടേബിൾ, അങ്ങനത്തെ സംഭവം. അപ്പോൾ സമയം കളയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ഫാം ഉണ്ടാക്കാം. ഇത് കുറേ ജോലിയുണ്ട്. മിക്കവാറും ഇത് 2 പാർട്ടായിട്ട് വരാനായിരിക്കും സാധ്യത. 2 പാർട്ട്, കാരണം ഇത് ഇച്ചിരി അത്യാവശ്യത്തിന് ഒരു സൈസുള്ള അയൺ ഫാം ആണ്. ഒരു മീഡിയം സൈസ് അയൺ ഫാം ആണ്. സാധാ ഉണ്ടാക്കുന്ന പോലെ മണ്ണിനടിയിലല്ല, നമ്മൾ മുകളിലോട്ട് ടവർ പോലെ മോബ് ഫാം പോലെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ റെയിൽ ഇതിൽ നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അങ്ങ് അറ്റം വരെ ഇല്ല, പകുതിക്കേ ഉള്ളൂ, കാരണം അയൺ തികയുന്നില്ല. ഞാൻ കുറേ കേബിൾ ഊട്ടി, പക്ഷേ എനിക്ക് ആകെ കിട്ടിയത് 1.5 സ്റ്റാക്ക് അയണാണ്. 1.5 സ്റ്റാക്ക് അയണിന് ആകെ ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയും കേവ് തപ്പണമെന്നുണ്ട്, പക്ഷേ ഈ വേൾഡ് കേവേ കാണുന്നില്ല. ഞാൻ കുറേ ബ്ലോക്ക് പോയി നോക്കി, കേവ് ഒന്നുമില്ല. പിന്നെ നമ്മളിത് ഇവിടം വരെ വന്നിട്ട് വില്ലേജേഴ്സിൽ തട്ടി ബോട്ടിലാക്കി ലീഷ് വെച്ച് വലിച്ച് കൊണ്ടുപോയി അയൺ ഫാമിലിടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ സംഭവം ലീഷ് എടുത്തില്ല. എന്നാൽ ഞാൻ വീട്ടിൽ പോയി ലീഷും എടുത്ത് വില്ലേജേഴ്സിനെ പൊക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിക്കണം. അതായിരിക്കും അവിടെ വെച്ച് കൊടുത്ത് വില്ലേജേഴ്സിനെ മുകളിലോട്ട് ചെയ്യണം. നമ്മുടെ പവർ റെയിലില്ല, അതുകൊണ്ട് പുഷ് ചെയ്ത് വിടണം വില്ലേജേഴ്സിനെ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം, സോംബി കയറാതിരിക്കാൻ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മൈൻ കാർട്ട് വെച്ച് വില്ലേജറെ കയറി ഇവിടെ ഇങ്ങനെ തള്ളി അങ്ങ് വിടണം. പിന്നെ തള്ളി മുകളിലോട്ട് ഇങ്ങനെ കയറ്റണം. ഇത് തന്നെ നമ്മൾ ഏകദേശം 20 തവണ ചെയ്യേണ്ടി വരും. ഇച്ചിരി ലോങ് പരിപാടിയാണ്. ഇങ്ങനെ തള്ളി അവൻ അങ്ങ് അറ്റം വരെ എത്തും. ഇതിപ്പോൾ ഇച്ചിരി ഇറക്കമുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് പോകുന്നുണ്ട്. കയറ്റം വരുമ്പോഴാണ് നമ്മളിങ്ങനെ തള്ളി അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി, അവൻ പൊക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പുറകെ നമ്മൾ ഓടണം 20 തവണ. അതാണ് അവിടെ വലിയൊരു കയറ്റം വരുന്നുണ്ട്. അവിടെ മിക്കവാറും നിൽക്കാൻ നിന്നില്ല. ഇപ്പോൾ അവൻ ഇവിടുന്ന് തള്ളി നിലത്തോട്ട് അങ്ങിടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് താഴോട്ട് ചാടുക, ഈ മൈൻ കാർട്ട് അടിച്ചു പൊട്ടിക്കുക, അവൻ ആ ബോട്ടിൽ കയറി ബോട്ടിൽ ലീഷ് ചെയ്യുക. കിട്ടിയ സാൻഡ് ഇവിടെ നിരത്തി വെക്കണം, എന്നിട്ട് അങ്ങ് പൊട്ടിച്ച് കളയണം. ഇനി ഇവനെ മുകളിലോട്ട് കയറണം. അതിനു വേണ്ടി 3 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് മുകളിലോട്ട് കയറ്റുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ച് അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതാണ് കോൺസെപ്റ്റ്. ഇവിടെ ആയിട്ടായിരിക്കും അയൺ ഫാം വരുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇവനിവിടെ നിൽക്കട്ടെ. നമുക്ക് അയൺ ഫാം ബിൽഡ് ചെയ്തിട്ട് വേണം ഇവന്മാരെ കൊണ്ടുപോകാൻ. ഇപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം അയൺ ഫാം ബിൽഡ് ചെയ്യുന്നതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അയൺ ഫാം വരാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ബിൽഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്ലോക്ക് തികഞ്ഞില്ലെങ്കിൽ വീട്ടിനകത്ത് ഞാൻ ഇച്ചിരി ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്കിൻ്റെ കാര്യം പ്രശ്നമില്ല. പിന്നെ ബെഡ്റോക്ക് എഡിഷൻ ആയതുകൊണ്ട് സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോൺ കട്ടർ ഇട്ടാൽ തന്നെ ബ്രിക്സ് ആയിട്ട് കിട്ടിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു മാർക്കിങ് വേണം. 1 2 3 1 2 3 1 2 3. ഈ 3 ബ്ലോക്കിലായിട്ടായിരിക്കും ഹോപ്പർ വരാൻ പോകുന്നത്. ഹോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒരു ഔട്ടർ ലൈൻ ഇടണം. ഈ ബ്രിക്സ് നമ്മൾ എന്നെ വെച്ചാണ് ഫാം ബിൽഡ് ചെയ്യുന്നത്, അത് വെച്ചൊരു ഔട്ടർ ലൈൻ ഇങ്ങനെ സെറ്റാക്കണം.
അതിനുശേഷം ഹോപ്പറാണെങ്കിൽ നിങ്ങൾ പൊട്ടിക്കേണ്ട, ഞാനിപ്പോൾ അകത്തെ സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇനി ഇതിന് എത്ര ബ്ലോക്ക്, 12 ബ്ലോക്ക്. ഇതിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 ഇത്രയും ബ്ലോക്ക് ഹൈറ്റിൽ നമ്മളിത് ബിൽഡ് ചെയ്യണം. അതുപോലെ 4 പില്ലറും ചെയ്തിട്ട് തമ്മിൽ കണക്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ എല്ലാ സൈഡും ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യപ്പോൾ രാത്രിയാവുള്ളൂ. കണക്ട് ചെയ്താൽ നമുക്കതായി. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് ലൂട്ടിങ് ഏരിയ വരാൻ പോകുന്ന സൈഡിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണം. ഞാനിപ്പോൾ ലൂട്ടിങ് ഏരിയ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് അടിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 2 ബ്ലോക്ക് എടുത്ത് മാറ്റണം. ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ചെസ്റ്റ് വരാൻ പോകുന്നത്. 3 ഡബിൾ ചെസ്റ്റ് വരും. ഇവിടെ വെച്ച് കൊടുത്തേക്കാം. അതിപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആയിക്കോളും. അപ്പോൾ നമുക്ക് 3 ഡബിൾ ചെസ്റ്റ് കൊടുക്കണം. 1 2 3 ഓക്കെ, ഡബിൾ ചെസ്റ്റായി. ഈ ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓപ്പർ ഇവിടെ ആയിട്ട് വരും. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി എൻ്റെ മണ്ടയിൽ കൂടെ സ്ലാബ് വെച്ചെടുക്കണേ. ബ്ലോക്കല്ല, സ്ലാബാണ് വെച്ചെടുക്കേണ്ടത്. അതായിരുന്നു കൺഫ്യൂഷൻ ആയത്. അപ്പോൾ നമുക്ക് സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സ്ലാബ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഉണ്ടാക്കാനും ഒരു റെസിപ്പിയിൽ കാണിക്കുന്നില്ല. ക്രാഫ്റ്റിൻ്റെ ബഗ്ഗായിരിക്കും. സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. എങ്ങനെയല്ല, ടോപ്പ് സ്ലാബ് വെക്കണ്ട. ടോപ്പ് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. ഓക്കെ, ടോപ്പ് സ്ലാബ് നമുക്ക് ഇങ്ങനെ അറ്റം വരെ വെക്കണം. എന്നിട്ട് ഈ ഒരു റോ മാത്രം ഗ്ലാസ് വെക്കും. ബാക്കിയെല്ലാം ഈ ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് നിറയ്ക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. ഓക്കെ, ഫസ്റ്റ് റോ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊളിച്ച് നേരെ താഴോട്ട് ചാടിയാൽ മതി. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡും ആ സൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. അപ്പോൾ ഫുള്ള് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫുഡും കഴിച്ച് എല്ലാം കറക്റ്റായിട്ടായിട്ടുണ്ടല്ലോ. ആയിട്ടുണ്ട്. ഇതൊന്നും ഇച്ചിരി പ്രശ്നമാണ്. അത്ര റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറണം. സ്കാഫ് ഫോൾഡിങ് വേണ്ടതായിരുന്നു, പക്ഷേ അതിന് ജംഗിൾ കിട്ടിയുമില്ല. ആ സാലക്കാലം സാൻഡ് വെച്ച് തന്നെ കയറാം. ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മളിങ്ങനെ കയറിയിട്ട് ഏറ്റവും ടോപ്പ് വരെ പോകണം. ടോപ്പ് വരെ വന്നിട്ട് ടോപ്പിൽ നിന്ന് 5 ബ്ലോക്ക് താഴോട്ട്. 1 2 3 4 5. എന്നിട്ട് ഈ 5ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഈ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് കറക്റ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 4 5. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 5 ആവും. ഹൈറ്റും 5 വേണം, ഇതും 5 വേണം. അതായത് 5x5 ഒരു ക്യൂബാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഫ്രണ്ടിലോട്ട് നമ്മൾ 5 തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ 1 2 3 4 5 2 2 3 4 5 2 3 4 5. ഇതൊന്ന് പൊട്ടിച്ച് വെച്ചേക്കാം. മിസ്ക്ലിക്ക് ആയതാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഫില്ല് ചെയ്യണം. ഇതുപോലെ തന്നെ ഇതിൻ്റെ 4 സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. 4 സൈഡെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു സൈഡായി. അത് 2ാമത്തെ സൈഡ്, 3ാമത്തെ സൈഡ്, 4ാമത്തെ ഒരു സൈഡും കൂടെ ചെയ്യണം. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തായിരിക്കും 5 വില്ലേജേഴ്സിനെയാണ് ഇതിനകത്ത് ടോട്ടൽ നമ്മൾ പിടിച്ചിടേണ്ടത്. 5 വില്ലേജേഴ്സിനെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കൂട് അടയ്ക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂട് അടച്ചിട്ടാണ് ചെയ്യുന്നത്. മൈൻകാർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കൂട് അടയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 4 ഇതിൻ്റെ ഹൈറ്റിലൊന്ന് അടച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റിൽ കൂട് ഇങ്ങനെ അടയ്ക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് അടച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കൂടെ അടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഇവിടെ ഒരു ബെഡ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ വർക്ക് സ്റ്റേഷൻ ഇരിക്കുന്ന രീതിയിലായിരിക്കണം ഗ്യാപ്പ് വരേണ്ടത്. അത് 5 എണ്ണം വെച്ചാൽ കൃത്യം ആയിക്കോളും. ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി താഴെ ഇത് ഇച്ചിരി ആംഗിൾ കുറവാണ്, നിലത്തിറങ്ങിയിട്ടാണ് ചെയ്യാം. ഇവിടെ നിന്നൊരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ബാക്കി ചെയ്യാം. സാൻഡ് എന്ത് ചെയ്യും? ഓ, അത് അപ്പുറത്തെ സൈഡ്. അപ്പോൾ വെച്ച വഴി തന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് അടുത്ത കോളം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് താഴോട്ട് 2 ബ്ലോക്ക് മുറിച്ച് ഇത് അടച്ചിട്ട് താഴോട്ട് ഇറങ്ങാം. ടോർച്ചൊക്കെ നമുക്ക് പിന്നെ വെക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത സൈഡിലും ഇതേ സെയിം പരിപാടി തന്നെ നമുക്ക് ചെയ്യണം, ഇതിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ നമ്മൾ വെച്ചതൊന്ന് നൈസായിട്ട് തെറ്റിയായിരുന്നു. അപ്പോൾ ഒന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വെച്ചത് ഒരു ബ്ലോക്ക് കുറഞ്ഞു പോയി, ഇപ്പോഴാണ് കറക്റ്റായത്. ഇനി അകത്തെ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. കാരണം പാക്കിങ് കൂടെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫാം പ്രശ്നമാകും, പിക്കാക്സും പൊട്ടി. ഓക്കെ, ബ്ലോക്കും അത്യാവശ്യത്തിനുള്ള ഫുഡും നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ഇനി ബാക്കിയും കൂടെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം കറക്റ്റാണ്. പിന്നെ നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പരിപാടി തുടങ്ങാം. അതിന് മുമ്പ് ഉറങ്ങാൻ പറ്റും നോക്കട്ടെ. ഉറങ്ങാൻ പറ്റും. ഭാഗ്യ സോംബീസ് ഒന്നും ഇറങ്ങാത്തത്. ടണ്ടർ സ്ട്രോമിൻ്റെ ഒരു മഴയായിരുന്നു. നമ്മൾ ഡെസേർട്ട് പോലത്തെ ഒരു ബയോമേ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് അറിയാതിരുന്നത്. ഇനി നമുക്കത് ചെയ്യാം. ഇനി അവനെ കൊണ്ടുവരണം. അതിന് മുമ്പ് ഇവിടെ ഗ്ലാസും കൂടെ വെക്കാനുണ്ട്. നമുക്കതും കൂടെ ഒന്ന് വെച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി അവന്മാർ അതിൻ്റെ ഇടയിൽ കൂടെ ചാടി പറയാൻ പറ്റില്ല. കഴപ്പ് പിടിച്ച അവന്മാരാണ്. ഗ്ലാസ് പൊട്ടിക്കണം. പക്ഷേ ഞാൻ പൊട്ടിച്ചതിനകത്തിന് അത് മര്യാദയ്ക്ക് വെച്ചാൽ പോരായിരുന്നു. അപ്പോൾ ഗ്ലാസ്സും നമ്മൾ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആയംകുളം ഒന്ന് വീണ് മരിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് ഇനി ടാസ്ക്. അതിനി എങ്ങനെ ചെയ്യും? ഓ, അതിന് ടെമ്പററി ബ്ലോക്ക് എടുത്തതും ഇല്ല. ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. അന്ന് വെച്ച പോലെ 20 കാണും. അതെ, 20 കാണും. നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അവന്മാർ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അതാണ് ടാസ്ക്. ഫസ്റ്റത്തെ 5 പേര് ഇത് ഇങ്ങോട്ടേക്കാണ് കയറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് 1 2 ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് ബിൽഡ് ചെയ്ത് മുകളിൽ വരെ കൊണ്ടുപോകണം. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ച് അകത്തോട്ടൊരു വഴി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അമ്മമാർക്ക് സിമ്പിളായിട്ട് കയറാം. വെള്ളത്തിൽ വീഴരുത്. വെള്ളത്തിൽ വീണാൽ പണിയാവും. പയ്യെ സൈഡിൽ കൂടെ വാ. ഇതിലെ ഇതാണ് ഇതാണ് പ്രശ്നം. ഇവന്മാർ വരാനാണ് പാട്. റിസ്ക്കുള്ള പരിപാടിയാണ്. ഓക്കെ, അമ്മമാർ വരുന്നുണ്ട്. സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പ്രശ്നം. സ്മൂത്തായിട്ട് നടക്കുന്നത്. അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരെ കൊണ്ടുപോകണം ഇച്ചിരി പാടുപെടിഞ്ഞ്. ഞാൻ തൽക്കാലം നിലത്തൊന്ന് വീണ് കിടക്കട്ടെ. ഭയങ്കര പാട്. ഇതിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയ വർഷങ്ങൾ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് 2 ബ്ലോക്ക് മാറിയിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യണം. ഓ, അപ്പോൾ അവൻ കയറി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കണം. അതിനുശേഷം ഈ ഒരു ബ്ലോക്ക് മുറിച്ച് മാറ്റിയിട്ട് മരന്ന് താഴോട്ട് ഇറങ്ങി. ഇപ്പം പിക്കാക്സിന് നല്ല പണിയായിരിക്കും. മരന്ന് നിലത്തോട്ട് ചാടിക്കണം. എന്നിട്ട് അൺലേഷ് ചെയ്തിട്ട് പോട്ട് ഇത് വർക്ക് സ്റ്റേഷൻ വെക്കണം. ഇപ്പോൾ വർക്ക് സ്റ്റേഷൻ നമ്മൾ വെക്കേണ്ടത് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും. 1 2 3 4
അഞ്ച് വർഷം സ്റ്റേഷൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അവൻ ജോലി എടുത്ത് ആ ബോട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ അവനവിടെ നിന്നോളും. ഇനി ഞാൻ മുകളിലോട്ട് കയറിയിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റട്ടെ. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. വില്ലേജേഴ്സിനെ നിറച്ചു. ഇപ്പോൾ അതെ രണ്ടാമത്തെ ആംബുള സ്പോണായി. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ അത് സെറ്റായി. ഇനി 4 സൈഡും കവർ ചെയ്ത് അടച്ചിട്ട് ഒരു ഇത് ചെയ്യണം. അത് നമ്മളിപ്പോൾ തന്നെ ചെയ്യാൻ മുമ്പ് ഇങ്ങനെ തള്ളിയിടാം. തള്ളിപ്പോടാം. ഓക്കെ, താഴെ പോയി. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ട് ഇതിനകം ഫുള്ള് ഫില്ല് ചെയ്യണം. അത് തന്നെ ആ 4 സൈഡിലും ചെയ്യണം. അപ്പം അതും കൂടെ ചെയ്തിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാം. ആപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതിനെ ചുറ്റിച്ചൊരു മതിൽ കെട്ടണം. അതും കൂടെ കെട്ടിയിട്ട് നമുക്കിതിൻ്റെ മണ്ടേ ലീഫ് വെക്കണം. എന്തായാലും ഇത് ഉണ്ടാക്കാൻ ഏകദേശം ഇപ്പോൾ 2.5 മണിക്കൂർ ആകുന്നു ഓൾമോസ്റ്റ്. വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്ന പാർട്ടായിരുന്നു ഏറ്റവും പാട്. ഇനി അയൺ ഫോം വർക്കാവുമെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ സന്തോഷമുണ്ട്. പിന്നെ അതും പൊട്ടിച്ച് മാറ്റണം നമുക്ക് ഉടനെ. എന്തായാലും ഇത് ചുറ്റിച്ചിങ്ങനെ അറ്റം വരെ വെക്കണം. ഇത് ഭയങ്കര പണിയായിരുന്നു ചെയ്യാൻ. റെയിൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇപ്പോൾ റെക്കോർഡാകാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ 24 സെക്കൻഡ് അല്ല 24 മിനിറ്റ് ആവുന്നു. കൊണ്ടുവന്ന ബ്ലോക്കെല്ലാം തീർന്നു. കുറച്ചുകൂടെ മതിയായിരുന്നു. തൽക്കാലം കൈ ബ്ലോക്കും ഇല്ല. തൽക്കാലം നമുക്ക് പ്ലാങ്ക് കൊണ്ട് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം ഇത് പ്ലാങ്ക് കൊണ്ട് അടച്ചു കൂട്ടുകയാണ്. കാണാൻ വൃത്തികേടായിരിക്കും, എങ്കിലും നമുക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒഴിക്കണം. ഇതിൽ നിന്ന് ഈ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ട് ഇവിടെ വെച്ചിട്ട് നടുക്കുന്ന് വെള്ളം എടുക്കണം. എന്നിട്ട് ഇതിവിടെ ഒഴിക്കണം. ഇവിടെ നിന്നൊരു ബക്കറ്റ് വീണ്ടും തിരിച്ചെടുത്താൽ നമുക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിനുള്ള ഒരു വകയായിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മണ്ടക്കൂടെ ലീവ്സ് വെക്കണം. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തേക്കാം. ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹോപ്പറിൻ്റെ കാര്യം മറ്റേതൊക്കെ നമുക്ക് ഇനി ഓഫ് ക്യാമറ ചെയ്തോളാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. 1.5 മണിയായി.